എനിക്കതുകൊണ്ട് ആ പ്രയോഗത്തിൽ ക്രീമി ലെയറിന് അപ്പുറത്ത് ഒന്നും കാണാനാകുന്നില്ല. ക്രീമി ലെയർ എന്ന് വെച്ചാൽ അത് ശരിക്കും നമ്മുടെ നാടൻ പ്രയോഗത്തിൽ ഇപ്പോൾ ഒരു വാക്കാണുള്ളത്, കുലസ്ത്രീ. കുലസ്ത്രീകൾ എന്നായിരിക്കും അതിനർത്ഥമെന്ന് വേണമെങ്കിൽ പറയാം. ഞാനാണ് പരിഭാഷകരെങ്കിൽ ഞാൻ അങ്ങനെ എഴുതും, കുലസ്ത്രീകൾ. അല്ല എൻ്റെ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, ഞാൻ തക്കത്തിൽ ചോദിക്കുകയല്ല. വെണ്ണപ്പാളി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അല്ലേ അല്ലേ അല്ല, വെണ്ണപ്പാളി എന്ന വാക്കിൻ്റെ അർത്ഥം ക്രീമി ലെയറല്ലേ? ഞാൻ മനസ്സിലാക്കിയ അർത്ഥം പറയാം. ഞാൻ മനസ്സിലാക്കിയത് സമൂഹത്തിലെ മേലേക്കിടയിൽപ്പെട്ട ചില സ്ത്രീകൾ വേലയെടുക്കാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി മഹാത്മാഗാന്ധി തൊഴിൽ ഉറപ്പ് പദ്ധതിക്ക് പോയി കൂലി വാങ്ങി ജീവിക്കുന്ന സ്ത്രീകളുടെ വിയർപ്പും വിശപ്പും വേദനയും അറിയാത്ത കുറേ സ്ത്രീകൾ, സമൂഹത്തിലെ ഉന്നതമായിട്ടുള്ള ജീവിതത്തിൻ്റെ സൗഭാഗ്യമുള്ള സ്ത്രീകൾ, കുറച്ച് സ്ത്രീകൾ എന്ന് ഞാൻ മനസ്സിലാക്കിയുള്ളൂ. ഞാനതിൽ ലൈംഗിക ഭയമൊന്നും കണ്ടില്ല. അപ്പോൾ ഒരു വ്യാഖ്യാനം വരുന്നുണ്ട് കേട്ടോ. അതിനെ വ്യാഖ്യാനിക്കുന്നവർ അവരുടെ മനസ്സിൽ ലൈംഗികതയുടെ അതിപ്രസരമുണ്ടെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം. ഞാൻ അങ്ങനെ വ്യാഖ്യാനിക്കുന്നില്ല. എനിക്കതുകൊണ്ട് ആ പ്രയോഗത്തിൽ ക്രീമി ലെയറിന് അപ്പുറത്ത് ഒന്നും കാണാനാകുന്നില്ല. ക്രീമി ലെയർ എന്ന് വെച്ചാൽ അത് ശരിക്കും നമ്മുടെ നാടൻ പ്രയോഗത്തിൽ ഇപ്പോൾ ഒരു വാക്കാണുള്ളത്, കുലസ്ത്രീ. കുലസ്ത്രീകൾ എന്നായിരിക്കും അതിനർത്ഥമെന്ന് വേണമെങ്കിൽ പറയാം. ഞാനാണ് പരിഭാഷകരെങ്കിൽ ഞാൻ അങ്ങനെ എഴുതും, കുലസ്ത്രീകൾ. വേലയെടുക്കാൻ പോകുന്ന, വെയിൽ കൊള്ളുന്ന, വിയർപ്പൊഴുക്കുന്ന, കൂലിവേലക്കാരായ, അതുകൊണ്ട് ജീവിക്കുന്ന സ്ത്രീകളുടെ സത്യമറിയാൻ കഴിയാത്ത കുലസ്ത്രീകൾ എന്നായിരിക്കും ഞാൻ അർത്ഥം എഴുതാൻ പോകുന്നത്. അവിടെ ഞാൻ ആ സ്ത്രീയുടെ ശരീരത്തിനെ ഭാവനയിൽ പോലും കാണില്ല. ആദ്യത്തെ സംഭവമല്ല ശൈലജ. അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ സമാന സാഹചര്യങ്ങളുണ്ടായിട്ട് മാധ്യമപ്രവർത്തകർ പോലും അങ്ങനെ അപമാനിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സർക്കാരിന് അതിലൊരു കൃത്യമായ ഒരു സൈബർ സ്പേസിൽ ഇടപെടൽ നടത്താൻ കഴിയാത്തത്? അല്ല, ആ ചോദ്യം ന്യായമായ ചോദ്യമാണ്. ഇടതുപക്ഷം ഇത്തരം വിഷയങ്ങളിൽ സ്ത്രീകളെ കാണുന്നത് രണ്ടാം കളക്കാരായിട്ടല്ല. അല്ല, സ്ത്രീയുടെ സ്ഥാനം എവിടെയും പുരുഷനേക്കാൾ താഴെയല്ല. ഇതാണ് ഇടതുപക്ഷ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് ഇടതുപക്ഷ രാഷ്ട്രീയം. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ പിറകിലുള്ള ഉത്കണ്ഠയെ ഞാൻ മാനിക്കാം. ഏത് സ്ത്രീയായാലും, ഇന്ന സ്ത്രീ എന്നില്ല, ഏത് സ്ത്രീയായാലും പൊതുജീവിതത്തിൽ വരുന്ന സ്ത്രീകളെ പറ്റി സൈബർ ഇടത്തിൽ വെച്ചോ അല്ലാത്ത ഇടത്ത് വെച്ചോ ഇതുപോലെ അവരുടെ മാനാഭിമാനങ്ങളെ പിച്ചച്ചീന്താനായി ആര് വന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഞാൻ പറയുന്നു, തെറ്റ് തെറ്റ് തെറ്റ്.